ആലപ്പുഴയിലെ മാരാരിക്കുളത്തിലെ തെക്കു പഞ്ചായത്ത് 15-ാം വാർഡിലാണ് ജോസ്മോനും കുടുംബവും താമസിച്ചിരുന്നത്. ജോസ്മോൻ എന്നത് ഇയാളുടെ വീട്ടുപേരാണ്. യഥാർത്ഥ പേര് ഫ്രാൻസിസ്. ജോസ്മോന് 58 വയസ്സുണ്ട്. ഭാര്യയും മകളും അപ്പനും അമ്മയും അടങ്ങുന്നതാണ് ജോസ്മോൻ്റെ കുടുംബം. ഭാര്യ ജെസ്സിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ഏക മകൾ ഏഞ്ചലിന് 28 വയസ്സാണ്. ഇവർ 5 പേരാണ് ആ വീട്ടിലുള്ളത്. ജോസ്മോൻ തികഞ്ഞ ഒരു വിശ്വാസിയാണ്. നാട്ടുകാര്യങ്ങളിലും പള്ളി കാര്യങ്ങളിലുമെല്ലാം ജോസ്മോൻ മുന്നിൽ കാണും. കുടുംബത്തിനെ കൂട്ടി മിക്ക ദിവസങ്ങളിലും ഇയാൾ പള്ളിയിലെത്തുകയും ചെയ്യും. എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് ജോസ്മോൻ. ജോസ്മോൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബം എന്നാണ് ആൾക്കാർ എപ്പോഴും പറയുന്നത്. 2022 ഏഞ്ചൽ ജാസ്മിൻ്റെ വിവാഹം നടന്നതാണ്. തുമ്പോളിയിലെ ഒരു യുവാവുമായിട്ടാണ് ഏഞ്ചലിൻ്റെ വിവാഹം അന്ന് നടന്നത്. 3 കൊല്ലം മാത്രമേ ആ ബന്ധത്തിന് ദീർഘായുസ്സുണ്ടായിരുന്നുള്ളൂ. 2025 ഫെബ്രുവരി മാസം ഏഞ്ചൽ ഭർത്താവുമായിട്ട് പിണങ്ങി സ്വന്തം വീട്ടിൽ തിരികെ എത്തി. ഭർത്താവുമായി മകൾ പിണങ്ങി എത്തിയതോടെ ജോസ്മോൻ പലയിടത്ത് നടക്കുന്ന പോലെ മകളെ തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഉന്തിത്തള്ളി വിടാനൊന്നും തയ്യാറായില്ല. മകളുടെ വിഷമഘട്ടത്തിൽ അയാളും കുടുംബവും അവൾക്കൊപ്പം തന്നെ നിന്നു. ജോസ്മോൻ ശരിതെറ്റുകളൊന്നും ചെയ്യാനോ കണ്ടെത്താനോ നിന്നില്ല. മകൾക്ക് പിന്തുണ കൊടുത്ത് കൂടെ നിന്നു. അയാൾക്കറിയാം ഇനിയിപ്പോൾ നാട്ടുകാർ 1-2 ചോദിക്കുമെന്ന്. അയാൾ നാട്ടിലുള്ളവരോടൊക്കെ മരുമകൻ്റെയും കുടുംബത്തിൻ്റെയും ഭാഗത്താണ് മുഴുവൻ തെറ്റുമെന്നും മകൾക്ക് ക്ഷമ നശിച്ചാണ് അവൾ തിരിച്ചു വന്നതെന്നും പറഞ്ഞു. ജോസ്മോനൊപ്പമാണ് അന്നാട്ടിലെ നാട്ടുകാർ മുഴുവൻ നിന്നത്. എല്ലാവർക്കും ആ കുടുംബത്തിനോട് ഒരൊറ്റ കാര്യമേ പറയാനുണ്ടായിരുന്നുള്ളൂ: ഒരു കാരണവശാലും കുട്ടിയെ നിങ്ങൾ തിരികെ ആ വീട്ടിൽ വിടരുതെന്ന്. മാത്രവുമല്ല, ജോസ്മോനും ജെസ്സിയും ഏഞ്ചൽ ഭർത്താവുമായിട്ട് പിരിഞ്ഞു വന്ന സമയം മുതൽ ഭർത്താവ് നോക്കുന്നതിനേക്കാൾ കാര്യമായിട്ട് തന്നെയാണ് ഞങ്ങൾ നോക്കുന്നതെന്നും അവളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണെന്നും നാട്ടുകാരെ കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. നാട്ടുകാർക്കിടയിലുള്ള ജനസമ്മതി അത്രമേൽ ഈ കുടുംബത്തിനുണ്ടായിരുന്നത് കൊണ്ട് അങ്ങനെ വരുത്തി തീർക്കാനും ഇവർക്ക് ഈസിയായിരുന്നു. അതിനകത്ത് എന്താണെന്ന് ആർക്കും അറിയില്ല. ആരും അതിന് ശ്രദ്ധിക്കാനും പോയിട്ടില്ല. അങ്ങനെ ഇരിക്കെ 2025 ജൂലൈ 2 ബുധനാഴ്ച രാവിലെ 6 മണിയോടെ ജോസ്മോൻ്റെ വീട്ടിൽ നിന്നും ഒരു അലറി വിളി നാട്ടുകാർ കേൾക്കുകയാണ്. ഉറക്കം എഴുന്നേറ്റവരും ഉറങ്ങിക്കിടന്നവരും എല്ലാം ഈ വിളി കേട്ട് ജോസ്മോൻ്റെ വീട്ടിലേക്ക് ഓടി ആ വീട്ടിൽ കയറി ചെന്ന നാട്ടുകാർ കാണുന്നത് ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ്. എന്താണ് നാട്ടുകാർ അവിടെ കണ്ട ഞെട്ടിക്കുന്ന കാഴ്ച? എന്താണ് അവിടെ ശരിക്കും ഉണ്ടായത്? വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. നാട്ടുകാരൊക്കെ ഓടി ആ വീട്ടിലേക്ക് വന്നപ്പോൾ കാണുന്നത് ബോധം പോയി കിടക്കുന്ന അമ്മ ജെസ്സിയെയും തലയിൽ കൈവച്ച് തളർന്നിരിക്കുന്ന അച്ഛൻ ജോസ്മോനെയാണ്. ഏഞ്ചൽ കട്ടിലിൽ ചലനമറ്റ നിലയിൽ കിടക്കുന്നു. എന്തുണ്ടായി എന്ന് ആ വീടിൻ്റെ അയൽപ്പക്കത്ത് താമസിക്കുന്ന വാർഡ് മെമ്പർ ഇമ്മാനുവൽ ചോദിച്ചപ്പോൾ ജെസ്സിയുടെ സഹോദരനായ അലോഷ്യസ്, അതായത് ഏഞ്ചലിൻ്റെ അമ്മാവൻ പറഞ്ഞു, ഞങ്ങൾ പള്ളിയിൽ രാവിലെ പോകാനായിട്ടിരുന്നതാണ്. അവളെ വിളിച്ചുണർത്താൻ ജെസ്സി മുറിയിൽ കയറിയപ്പോഴാണ് അവൾ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. എന്തു പറ്റിയെന്ന് അറിയില്ല. നല്ല സന്തോഷത്തിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇന്നലെ രാത്രി ആഹാരവും കഴിച്ച് കിടന്നുറങ്ങിയതാണ്. വാർഡ് മെമ്പർ ഇമ്മാനുവൽ ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് ഉടനെ അവിടെ എത്തുകയും ചെയ്തു. ക്രൈം സീനൊക്കെ പരിശോധിക്കുകയാണ്. അമ്മാവനായ അലോഷ്യസിനോട് പോലീസ് കാര്യങ്ങൾ തിരക്കി. അയാൾ നാട്ടുകാരോട് പറഞ്ഞ സെയിം കാര്യങ്ങൾ തന്നെ പോലീസിനോടും പറഞ്ഞു. ഇത് തന്നെയാണ് ജോസ്മോനും ജെസ്സിയും പോലീസിനോട് പറഞ്ഞത്. എല്ലാവരോടും ഈ കുടുംബത്തിനെ പറ്റി ചോദിക്കുകയാണ്. എല്ലാവർക്കും ഈ കുടുംബത്തിനെ പറ്റി പറയാനാണെങ്കിൽ 100 നാവ്. മകളെ പൊന്നുപോലെ നോക്കിയ ഒരു അപ്പനും അമ്മയുമാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇതിനിടയിൽ തന്നെ ഏഞ്ചലിന് ഹൃദയാഘാതമായിരിക്കും സംഭവിച്ചതെന്ന് റൂമറും നാട്ടുകാർക്കിടയിൽ ഇങ്ങനെ പരന്നു. തുടക്കത്തിൽ തന്നെ പോലീസിന് ഒരു കാര്യത്തിൽ നല്ല സംശയം തോന്നിയിരുന്നു. അതായത് 28 വയസ്സുള്ള ഈ പെൺകുട്ടി ഒന്നുകിൽ തൂങ്ങി മരിച്ചതായിരിക്കും. ഇത് കണ്ട വീട്ടുകാർ ഈ കുട്ടിയെ കെട്ടഴിച്ച് കട്ടിലിൽ കിടത്തിയിട്ട് എല്ലാവരോടും കള്ളത്തനം പറയുന്നതായിരിക്കാം. അതല്ല എങ്കിൽ ഈ വീട്ടിൽ മറ്റെന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഓട്ടോപ്സി റിപ്പോർട്ടൊക്കെ വരാതെ യാതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി പോലീസ് മിണ്ടാതിരുന്നു. അങ്ങനെ ഏഞ്ചലിൻ്റെ ബോഡി ആദ്യം ചെട്ടിക്കാട് താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്.
അവിടെ വച്ച് ഇതിൻ്റെ ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കവേ ഏഞ്ചലിൻ്റെ കഴുത്തിൻ്റെ വലത്തും ഇടതും ഭാഗത്തുള്ള നീല നിറത്തിലുള്ള ചില ചതഞ്ഞ പാടുകൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് പോലീസ് ഡോക്ടറിനോട് കാണിച്ചു ചോദിക്കുകയാണ്. ഡോക്ടറും ഇത് സ്വാഭാവിക മരണമല്ല എന്നൊരു സംശയം പറഞ്ഞു. ഇതൊരു തൂങ്ങി മരണമല്ല എന്ന് സംശയമാണ് ഡോക്ടർ പറഞ്ഞത്. അത് മാത്രമല്ല, മറ്റെന്തോ ഒന്ന് ഈ ഡോക്ടർ പറഞ്ഞു. ഏഞ്ചലിൻ്റെ ബോഡി ഉടനെ തന്നെ ഓട്ടോപ്സിക്കായിട്ട് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഏഞ്ചലിൻ്റെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഫോറൻസിക് സർജനോട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇതിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടു. ഏതൊരു ഓട്ടോപ്സി കഴിഞ്ഞാലും പോലീസിനോട് അത് ചെയ്ത ഫോറൻസിക് സർജൻ നേരിട്ടൊരു വിശദീകരണം പറയും. ഇതിൽ ഫോറൻസിക് സർജൻ SHOയോട് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പറയുകയാണ്. SHOയെ വിളിച്ച് ഫോറൻസിക് സർജൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ കുട്ടിയുടെ മരണം ക്ലിയർ മർഡർ ആണെന്നും ഈ കുട്ടിയുടെ കഴുത്തിൻ്റെ ഇടതും വലതുമുള്ള രക്തക്കുഴലുകൾ പൊട്ടിയിട്ടാണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്നുമാണ്. ഏഞ്ചലിൻ്റെ കഴുത്തിൽ ഹെവി ആയിട്ടുള്ള എന്തോ ഒന്ന്, അതായത് തുണിയോ മറ്റോ കൊണ്ട് ശക്തമായിട്ട് വലിച്ചു ഞെരുക്കിയാണ് കൊന്നിരിക്കുന്നതെന്നും പറഞ്ഞു. മാത്രവുമല്ല, ഏഞ്ചലിൻ്റെ ശരീരത്ത് അടിയേറ്റ ഒരുപാട് പാടുകളും കണ്ടെത്തിയിരുന്നു എന്നും സർജൻ പറയുകയാണ്. പിന്നീട് പോലീസ് ചെയ്തത് ഏഞ്ചലിൻ്റെ അച്ഛനായ ജോസ്മോനോട് പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും ആയതിനാൽ പെട്ടെന്ന് തന്നെ സ്റ്റേഷൻ വരെ ഒന്ന് വരണമെന്നും വിളിച്ചറിയിച്ചു. അതുപ്രകാരം ജോസ്മോൻ സ്റ്റേഷനിലെത്തി. ജോസ്മോനോട് മകളുടെ മരണം എങ്ങനെ സംഭവിച്ചതായിരിക്കുമെന്നാണ് ഊഹമെന്ന് പോലീസ് ചോദിക്കുകയാണ്. അയാൾ പറഞ്ഞത് എല്ലാവരും പറയുന്നത് പോലെ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കുമെന്നാണ് തോന്നുന്നതെന്നാണ്. പോലീസ് തിരിച്ചും മറിച്ചും തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടും ജോസ്മോൻ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതോടെ കുറച്ച് പരുക്കൻ രീതിയിലുള്ള ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തുകയാണ്. ഇതോടെ അടിതെറ്റിയ ജോസ്മോൻ കുറ്റസമ്മതം നടത്തി. അയാൾ പറഞ്ഞു, ഞാനാണ് സാറേ അവളെ കഴുത്ത് ഞെരിച്ചു കൊന്നത്. അവളുടെ നടപ്പ് ദോഷം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അതാണ് എല്ലാത്തിനും കാരണം. രാത്രി സമയത്ത് അവൾ സ്കൂട്ടറും എടുത്ത് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകും. എന്നിട്ട് വരുന്നത് നല്ല വൈകിയാണ്. നാട്ടുകാർ തന്നെ ഇത് എന്നോട് അത്ര ശരിയല്ല ഇവളുടെ പോക്കെന്ന് പല തവണ പറഞ്ഞു. ഞാൻ എത്ര വിലക്കിയിട്ടും അവൾ അനുസരിച്ചില്ല. ഞാൻ നല്ലൊരു ദൈവവിശ്വാസിയാണ്. എൻ്റെ മകൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, മറ്റുള്ളവർക്ക് സംസാരത്തിനിടയാക്കുന്നത് എനിക്ക് നാണക്കേടാണ്. ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്ന എൻ്റെ കുടുംബത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്. അത് ക്ഷമിക്കാൻ എനിക്ക് പറ്റാതെ വന്നപ്പോൾ സഹികെട്ട് ഞാൻ ചെയ്തു പോയതാണെന്ന് ജോസ്മോൻ കരഞ്ഞുകൊണ്ട് പോലീസിന് മുമ്പാകെ പറയുകയാണ്. ഇതിൽ ആർക്കൊക്കെ പങ്കുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആർക്കും ഇതിലൊരു പങ്കുമില്ലെന്നും താൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്തതെന്നുമാണ് അയാൾ പറഞ്ഞത്. എന്നാൽ പോലീസിന് അത് അത്ര ദഹിച്ചില്ല. ഉടനെ തന്നെ ജെസ്സിയെ വിളിച്ചു വരുത്തി. ജെസ്സിക്ക് പോലീസിൻ്റെ ആദ്യമേയുള്ള ഒരു വിരട്ടലിൽ തന്നെ പിടിച്ചു നിൽക്കാനായില്ല. അവർ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് ജോസ്മോൻ പറഞ്ഞതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് പോലീസിന് മനസ്സിലാകുന്നത്. സംഭവം ഇങ്ങനെയാണ്. 2025 ഫെബ്രുവരിയിൽ ഭർത്താവുമായി പിണങ്ങി ഏഞ്ചൽ സ്വന്തം വീട്ടിലെത്തിയതോടെ പ്രശ്നങ്ങളും തുടങ്ങിയിരുന്നു. ഏഞ്ചൽ ജാസ്മിനെ മുൻപ് ഒരു കന്യാസ്ത്രീയാകാൻ മഠത്തിൽ കൊണ്ട് ചേർത്തിരുന്നു. ഏഞ്ചലിനും അതായിരുന്നു ഇഷ്ടം. പള്ളിയും ബൈബിളും അങ്ങനെയൊക്കെയുള്ളൊരു ജീവിതമായിരുന്നു ഏഞ്ചലിൻ്റെത്. എപ്പോഴും ദൈവവിശ്വാസിയായിട്ട് നടക്കാനാണ് അവൾക്കിഷ്ടവും. കന്യാസ്ത്രീയാകാൻ മഠത്തിൽ ചേർന്ന ഏഞ്ചൽ ഇനിയുള്ള ജീവിതം ദൈവത്തിന് വേണ്ടി എന്ന് പ്രതിജ്ഞ എടുത്ത് പോയതാണ്. 7 വർഷം അവിടെ ജീവിച്ച ഏഞ്ചൽ ഒരു സുപ്രഭാതത്തിൽ എന്തൊക്കെയോ കാരണങ്ങളാൽ മഠത്തിലെ ജീവിതം വെറുത്ത് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജെസ്സിയും ജോസ്മോനും തിരിച്ച് മഠത്തിലേക്ക് ആക്കാൻ ശ്രമിച്ചെങ്കിലും ഈ കുട്ടി അതിന് തയ്യാറായില്ല. പിന്നീട് ലാബ് ടെക്നീഷ്യൻ പഠിച്ച ഏഞ്ചൽ ആലപ്പുഴയിലെ തന്നെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ലാബ് ടെക്നീഷ്യനായിട്ട് ജോലിയും ചെയ്തിരുന്നു. ആ ഇടയ്ക്കാണ് വിവാഹം കഴിഞ്ഞത്. ഭർത്താവുമായി പിണങ്ങി വന്ന ഏഞ്ചൽ എല്ലാവരെയും ഒരു ശത്രുവിനെ പോലെയാണ് പിന്നെ കണ്ടിരുന്നതെന്ന് ജോസ്മോൻ പോലീസിന് കൊടുത്ത മൊഴിയിൽ പറഞ്ഞിരുന്നു. എല്ലാ ദിവസവും അച്ഛനും മകളും തമ്മിൽ വഴക്ക് പതിവായിരുന്നു. ഒരു ദിവസം ജോസ്മോൻ്റെ അച്ഛനായ സേവിയറിനെ കൊച്ചുമകളായ ഈ ഏഞ്ചൽ ചൂലുകൊണ്ട് പൊതിരെ തല്ലി. ഇത് ആ വീട്ടിൽ വലിയ പ്രശ്നങ്ങൾക്ക് തിരിയിട്ടു. ആ വലിയ വഴക്കിന് ശേഷം ജോസ്മോനും ഏഞ്ചലും തമ്മിൽ പിന്നെ സംസാരിക്കാതെയായി.
എന്നും രാത്രി ഏഞ്ചൽ സ്കൂട്ടർ എടുത്തുകൊണ്ട് ആ വീട്ടിൽ നിന്നും പോവുകയും രാത്രി 11-12 മണിയോടെ വൈകി വീട്ടിലെത്തുകയും ചെയ്യുന്നത് പതിവായിരുന്നു. ഇത് ഏഞ്ചലും വീട്ടുകാരും തമ്മിൽ വഴക്കിനിടയാക്കി. ആര് പറഞ്ഞിട്ടും ഏഞ്ചൽ അനുസരിക്കാതെയായി. ഏഞ്ചലിൻ്റെ ഈ തോന്നിയതുപോലെ നടക്കുന്ന രീതിയൊക്കെ അമ്മാവനായ അലോഷ്യസിനെ വിളിച്ച് ജെസ്സിയും ജോസ്മോനും പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് തിങ്കളാഴ്ച ദിവസം രാവിലെ ഉപദേശിക്കാൻ ചെന്ന അപ്പൂപ്പനെ ഏഞ്ചൽ ചൂലുകൊണ്ട് മർദ്ദിച്ചത്. ആ ഒരു പ്രശ്നത്തോടെ അലോഷ്യസ് വീട്ടിലെത്തി ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഏഞ്ചലുമായി സംസാരിച്ചു. എന്നാൽ ഏഞ്ചൽ ഒട്ടും താഴ്ന്നു കൊടുക്കാൻ തയ്യാറല്ലേയായിരുന്നു. സ്വന്തം പിതാവിനെ തല്ലിയ സങ്കടവും ദേഷ്യവും ജോസ്മോന് ഏഞ്ചലിനോടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മകളോട് പൊറുക്കാൻ അയാളെ മനസ്സനുവദിച്ചില്ല. ഇതിനു മുൻപും ഏഞ്ചൽ ഉണ്ടാക്കുന്ന വഴക്കുകൾ ഒത്തുതീർപ്പാക്കാൻ അലോഷ്യസ് ആ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നാൽ സംസാരിക്കും തോറും ഏഞ്ചൽ ആ പ്രശ്നം വലുതാക്കിക്കൊണ്ടിരുന്നു. തിങ്കളാഴ്ചയും ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും രാത്രി വണ്ടിയും എടുത്തു പോയ ഏഞ്ചലിനോട് അന്ന് ആരും ഒന്നും സംസാരിച്ചില്ല. ഏഞ്ചലും ആരോടും പിന്നെ സംസാരിക്കാതെയായി. പിറ്റേ ദിവസം, അതായത് ചൊവ്വാഴ്ച, ഏഞ്ചൽ രാവിലെ ജോലിക്ക് പോവുകയാണ്. ആരും ഏഞ്ചലിനോട് ഒന്നും സംസാരിക്കാനോ ഒന്നും നിന്നില്ല. ഏഞ്ചലും ആരോടും സംസാരിക്കുന്നില്ല. ജോലിക്ക് പോയി വൈകുന്നേരം ഒരു 5:30 ഏഞ്ചൽ വീട്ടിലെത്തി. വീട്ടിലെത്തിയ ഏഞ്ചൽ മൊബൈലും കൊണ്ട് നേരെ വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ പോയിരുന്ന് മൊബൈലിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നു. രാത്രി ഒരു 7 മണിയായതും സ്കൂട്ടർ എടുത്ത് പതിവ് പോലെ പുറത്തേക്ക് പോകാനായിട്ട് അവൾ ഇറങ്ങി. എന്നാൽ അതുവരെ സംസാരിക്കാതിരുന്ന ജോസ്മോൻ വണ്ടി എടുക്കാൻ സമ്മതിച്ചില്ല. ഈ വീട്ടിൽ നിന്നും രാത്രി ഇങ്ങനെ അഴിഞ്ഞാടി നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ജോസ്മോൻ തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ ഏഞ്ചൽ ഞാൻ പോകും എന്ന് അച്ഛനോട് തറപ്പിച്ച് അവളും പറഞ്ഞു. ഇതോടെ അച്ഛനും മകളും തമ്മിൽ പൊരിഞ്ഞ വഴക്കായി. ഈ വഴക്കിൽ അമ്മ ജെസ്സിയും ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഒരു കെട്ടായിട്ട് നിന്ന് ഏഞ്ചലിനോട് വഴക്ക് കൂടുകയാണ്. അച്ഛനെയും അമ്മയെയും എതിർത്തുകൊണ്ട് തന്നെ ഏഞ്ചൽ സ്കൂട്ടർ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. ആ ഒരു ഇറങ്ങിപ്പോക്ക് ആ കുടുംബത്തിന് സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. ജോസ്മോൻ്റെ സകല നിയന്ത്രണവും വിട്ട ഒരു ദിവസമായിരുന്നു അത്. ഏഞ്ചൽ സാധാരണ രാത്രി പുറത്തു പോയാൽ തട്ടുകടയിൽ നിന്നും മറ്റുമൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ വരാറുള്ളതെന്നും വീട്ടിലെ ഭക്ഷണം അവൾ അങ്ങനെ കഴിക്കാറേ ഇല്ലെന്നും ജോലി ചെയ്യുന്ന പൈസ മുഴുവൻ ദൂർത്തടിച്ച് പണിയെന്നുമാണ് ജെസ്സി പോലീസിനോടും പറഞ്ഞിരുന്നത്. ആ രാത്രി ഏഞ്ചൽ ഇറങ്ങിപ്പോയതോടെ ഈ കുടുംബം ചിലതൊക്കെ തീരുമാനിച്ചു വച്ചിരുന്നു. ഇവർ ഈ വിവരമെല്ലാം അലോഷ്യസിനെ വിളിച്ച് അറിയിക്കുകയാണ്. എന്നാൽ അലോഷ്യസ് ഞാൻ നാളെ വന്നിട്ട് സംസാരിക്കാം, അതുവരെ ഇത് ആരും സംസാരിച്ച് പ്രശ്നമാകരുത് എന്ന് ഇവരോട് പറഞ്ഞു. രാത്രി ഏറെ വൈകി ഏഞ്ചൽ ആ വീട്ടിലേക്ക് തിരിച്ചെത്തി. ആരും ഉറങ്ങിയിട്ടില്ലായിരുന്നു. മടങ്ങിയെത്തിയ ഏഞ്ചലിനോട് ഇനി ഇങ്ങനെയാണെങ്കിൽ ഈ വീട് വിട്ട് നീ ഇറങ്ങിയേ പറ്റൂ എന്ന് ജോസ്മോൻ പറഞ്ഞു. ഇതും പറഞ്ഞ് അച്ഛനും മകളും വീണ്ടും വഴക്കായി. ഒടുവിൽ ഏഞ്ചൽ ഈ വീട് വിട്ട് ഞാൻ എങ്ങും പോകത്തില്ല, ഞാൻ എൻ്റെ രീതിക്ക് തന്നെ ജീവിക്കുമെന്ന് തറപ്പിച്ചു പറഞ്ഞു. ഒരുപാട് വഴക്കിനെ തുടർന്ന് മകൾ അച്ഛൻ്റെ കഴുത്തിൽ കയറി പിടിക്കുകയാണ്. അച്ഛൻ്റെ കഴുത്തിൽ കയറി പിടിച്ചിട്ട് അവൾ നേരെ അച്ഛനെ ചുമരിൽ കൊണ്ട് ചേർത്ത് വെച്ചു. തൻ്റെ പിതാവിനെ നേരത്തെ ചൂലെടുത്ത് അടിച്ചു. ഇപ്പോൾ തന്നെയും ഉപദ്രവിച്ചതിൽ ജോസ്മോൻ്റെ നിയന്ത്രണം അങ്ങ് വിടുകയാണ്. അയാൾ ഏഞ്ചലുമായിട്ട് മൽപ്പിടുത്തമാവുകയും അവളെ അടിക്കുകയും അവളെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്തു. തറയിൽ ചെന്ന് വീണ ഏഞ്ചലിനെ അവിടെ കസേരയിലിരുന്ന കുളിക്കുന്ന ബാത്ത് ടവൽ ഉപയോഗിച്ച് അയാൾ കഴുത്തിലേക്ക് മുറുക്കുകയാണ്. ഇയാൾ ഈ കഴുത്തിൽ മുറുക്കുന്ന സമയം ഇത് തടസ്സം പിടിക്കേണ്ട അമ്മ ജെസ്സി ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ശേഷം മകളുടെ 2 കൈകളും ബലപ്രയോഗത്തിൽ ഇങ്ങനെ പിടിച്ചു വെച്ചു കൊടുത്തു. അമ്മ പിടിച്ചു വയ്ക്കുന്നു, അച്ഛൻ ടവൽ വെച്ച് മകളുടെ കഴുത്തിനെ ഞെരിക്കുന്നു. സ്വന്തം മകളെ രക്ഷിക്കേണ്ട അമ്മയാണ് ഈ കൈകൾ ഇങ്ങനെ ബലമായി പിടിച്ചു വെച്ചു കൊടുത്തത്. ഏഞ്ചലിൻ്റെ മരണം ഉറപ്പായ ശേഷം ജോസ്മോൻ അളിയനായ അലോഷ്യസിനെ ഫോൺ ചെയ്തു. അലോഷ്യസ് വിചാരിച്ചു ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് വിളിക്കുന്നതെന്ന്. പക്ഷേ അലോഷ്യസിനോട് ജോസ്മോൻ പറഞ്ഞത് ജെസ്സിക്ക് തീരെ സുഖമില്ല, അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നീയും കൂടെ വരണമെന്ന് അറിയിക്കുകയാണ്. എന്തിനും ഏതിനും ആദ്യത്തെ വിളി പോകുന്നത് അലോഷ്യസിനാണ്. അലോഷ്യസ് സഹോദരിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായി പാഞ്ഞെത്തി. അപ്പോഴാണ് അകത്ത മുറിയിൽ തറയിൽ മരിച്ചു കിടക്കുന്ന അനന്തരവളെ കാണുന്നത്.
വിവരങ്ങളെല്ലാം അറിഞ്ഞതോടെ അലോഷ്യസും ജോസ്മോനും കൂടി ചേർന്ന് ഏഞ്ചലിനെ എടുത്ത് ആ കുട്ടിയുടെ തന്നെ മുറിയിലെ കട്ടിലിൽ കൊണ്ട് കിടത്തി. അലോഷ്യസ് പറഞ്ഞ പ്രകാരം പോലീസിനെ തൽക്കാലം ഇവരാരും വിളിച്ചില്ല. രാത്രി മുഴുവൻ ഇവർ 3 പേരും ചേർന്ന് പല പദ്ധതികളും പ്ലാൻ ചെയ്യുകയാണ്. ആ പ്ലാൻ പ്രകാരമുള്ള കാര്യങ്ങളാണ് രാവിലെ അരങ്ങേറിയത്. ഈ കേസിൽ 3 പേരാണ് പ്രതികളായിട്ട് പോലീസ് പറയുന്നത്. 1-ാം പ്രതി ജോസ്മോൻ, 2-ാം പ്രതി ജെസിമോൾ, 3-ാം പ്രതി അമ്മാവനായ അലോഷ്യസ്. അലോഷ്യസിനെതിരെ കുറ്റകൃത്യം മറച്ചു വച്ചതിനും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനുമാണ് അയാളെ പ്രതി ചേർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ നിന്നും ജയിലിലേക്ക് കൊണ്ടുപോകും വഴി ഒരു മാധ്യമ പ്രവർത്തകൻ മകൾ രാത്രി പുറത്തു പോകുന്നതാണോ കൊലപ്പെടുത്താനുണ്ടായ കാരണമെന്ന് ജോസ്മോനോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞത് അതെ, പുറത്തു പോകുന്നത് തന്നെയായിരുന്നു പ്രശ്നമെന്നാണ്. ആ വീട്ടിലെ പ്രായം ചെന്നവർക്ക് ഇതിൽ യാതൊരു മനസ്സറിവും ഉണ്ടായിരുന്നില്ല എന്നാണ് CA ജോൺസൺ മാധ്യമത്തിന് മുന്നിൽ പറഞ്ഞത്. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.